പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിൽ മഹാനായ സ്വഹാബി ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവിടുന്ന് പറയുന്നതായി കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ റഅയ്തല്ലാഹ യുഅ്തിൽ അബ്ദ മാ യുഹിബ്ബു വഹുവ അലാ മഅസിയതിഹി ഫഇന്നമാ ദാലിക ഇസ്തിദ്റാജ്. ഒരു മനുഷ്യന് അയാൾ ദൈവധിക്കാരത്തിലും ദൈവനിഷേധത്തിലും അനുസരണക്കേടിലുമാണ് ജീവിച്ചുകൊണ്ടിരിക്കെ ഭൗതികമായി എല്ലാ അനുഗ്രഹങ്ങളും അയാൾക്കും നൽകപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതൊരു നല്ലതാണെന്ന് വിചാരിക്കരുത്. കാരണം ഫഇന്നമാ ദാലിക ഇസ്തിദ്റാജ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് സമയം നീട്ടിക്കൊടുക്കുന്നതാണ് അവനെ പിടിക്കാൻ വേണ്ടി എന്നാണ്. ഇതാണ് ഹദീസിന്റെ ആശയം. നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അങ്ങനെ ദുനിയാവ് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുക എന്ന ഒരു സംവിധാനം അള്ളാഹുവിനില്ല. എന്നാലുമുണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകൾക്ക് നന്ദി സൂചകമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രത്യേകമായ അനുഗ്രഹങ്ങളും ബർക്കത്തുകളൊക്കെ അവരുടെ കാര്യത്തിൽ കൊടുക്കും. അത് അള്ളാഹുവിനോട് അനുസരിച്ച് ജീവിക്കുന്നതിൻ്റെ ഗുണങ്ങളാണ്. നേരെ മറിച്ച് അള്ളാഹുവിനോട് അത്രയൊന്നും അടുപ്പമില്ലാതിരുന്നിട്ടും പറയത്തക്ക അള്ളാഹുവിന്റെ കൽപ്പനകളൊന്നും ജീവിതത്തിൽ ഇല്ലാതിരുന്നിട്ടും നമ്മൾ പറയില്ല, ഒച്ചടി നമുക്ക് പുരോഗതിയും ഗുണവുമാണ് എങ്കിൽ അത് അള്ളാഹു എന്നെ പരിഗണിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കരുതാണ്. കാരണം അത് ഇങ്ങനെ ഇരകൾക്ക് വേണ്ടി ഇങ്ങനെ ഭക്ഷണം അയച്ചു കൊടുക്കുന്നത് പോലെ, മീൻ പിടിക്കാൻ വേണ്ടി അതിൻ്റെ ഇരയെ ഇട്ട് കൊടുത്ത് അതിങ്ങനെ നീട്ടിക്കൊടുക്കുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരം നീട്ടിത്തന്ന് നമ്മളെ പിടിക്കാനുള്ള അള്ളാഹുവിൻ്റെ ഒരു തന്ത്രവും ചര്യയാണോ എന്ന് തിരിച്ചറിയണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ തിരിച്ചറിയുന്ന സംഗതി, നമ്മൾ അത്ര കണ്ട് ദീനിലൊന്നുമില്ല, അള്ളാഹുവിന്റെ ദീനൊന്നും പാലിക്കാതെയാണ് പോകുന്ന ആളുകളൊക്കെ ഉണ്ടായിട്ടും അവർക്ക് ഭൗതികമായി എല്ലാത്തിനും ഇങ്ങനെ നല്ലതും ഗുണമൊക്കെ കാണുമ്പോൾ അവർക്ക് അള്ളാഹു വാരിക്കോരി കൊടുക്കുന്നത് അവരോട് സ്നേഹപ്രകടനത്തിന്റെ ഭാഗമല്ല എന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം നമുക്കുണ്ട് എന്ന് തിരിച്ചറിയണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും അനുസരണയോട് ജീവിക്കുകയും ചിലപ്പോൾ ഭൗതികമായ കുറവുകളൊക്കെ ഉണ്ടാകാം. ഭൗതികമായി കൂടുതൽ കിട്ടല് ഒരിക്കലും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ മാനദണ്ഡമല്ല. അത് അള്ളാഹുവിന്റെ മറ്റൊരു ചര്യയും തന്ത്രവുമാണ് എന്ന് തിരിച്ചറിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.